കൊക്ക് ടിവി. മാന്ത്രിക പാത്രം. രാമു ഒരു കർഷകനാണ്. തോട്ടത്തിൽ വിളയുന്ന പഴങ്ങളും പച്ചക്കറികളും വിറ്റുജീവിച്ചു. ഒരു ദിവസം തോട്ടത്തിൽ പഴങ്ങൾ പറിക്കുന്നതിനിടയിൽ ഒരു പഴം അടുത്തുള്ള പാത്രത്തിൽ വീണു. രാമു അതെടുക്കാൻ അടുത്തു ചെന്നപ്പോൾ പാത്രം നിറയെ പഴങ്ങൾ. രാമു അമ്പരപ്പോടെ പാത്രത്തിലേക്ക് നോക്കി അത് വീട്ടിൽ കൊണ്ടുവന്ന ഭാര്യയെ കാണിച്ചു. ഭാര്യയും അമ്പരപ്പോടെ പാത്രത്തിലേക്ക് നോക്കി. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. ഈ മന്ത്രപാത്രം കൊണ്ട് ധാരാളം പഴങ്ങളും പച്ചക്കറികളും ലഭിക്കും. രാമു പഴങ്ങളും പച്ചക്കറികളും ഓരോന്നായി മാന്ത്രിക പാത്രത്തിലിട്ടു. ധാരാളം പഴങ്ങളും പച്ചക്കറികളും നേടി ധാരാളം ബിസിനസ് നടത്തി. കുറച്ചു നാളുകൾക്കു ശേഷം രാമുവിന് വരുമാനവും സുഖവും വർദ്ധിച്ച് ആഡംബരമായി ജീവിക്കുകയായിരുന്നു. രാമുവിന്റെ അയൽവാസിയായ സോമു രാമുവിന് കൃഷിയില്ലാതെ എങ്ങനെ പഴങ്ങളും പച്ചക്കറികളും ലഭിക്കുന്നുവെന്നറിയാൻ രാമുവിന്റെ വീട്ടിലേക്ക് കണ്ണുവെക്കുന്നു. രാമൻ പഴങ്ങൾ മാന്ത്രിക പാത്രത്തിലിടുന്നത് അവൻ കണ്ടു. സോമുവിന് സ്വയം സമ്പന്നനാകാൻ ആഗ്രഹമുണ്ട്. രാമു അറിയാതെ തന്റെ വീട്ടിലേക്ക് മാന്ത്രിക പാത്രം കൊണ്ടുവന്നു. സോമു മന്ത്രപാത്രത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഇടുന്നതിനു പകരം ഒരുപാട് സ്വർണ നാണയങ്ങൾ കിട്ടുമെന്നും ഉടൻ പണക്കാരനാകുമെന്നും കരുതി സ്വർണ നാണയം കലത്തിൽ ഇട്ടു. പക്ഷെ അത്യാഗ്രഹം കാരണം പാത്രം നിറയും മുൻപേ 2 കൈകളും കലത്തിൽ വിട്ടു. അവന്റെ കൈകൾ രണ്ടും പാത്രത്തിൽ കുടുങ്ങി. അത് പുറത്തെടുക്കാൻ കഴിയാതെ വേദന കൊണ്ട് അലറി. സോമുവിന്റെ ബഹളം കേട്ട് രാമു അവിടെ വന്ന് പാത്രം പൊട്ടിച്ച് സോമുവിന്റെ കൈകൾ വിടുവിച്ചു. സോമു, മാന്ത്രിക പാത്രം എന്നിലേക്ക് വന്നതിന് ശേഷം സൗകര്യങ്ങൾ വന്നിട്ടും എന്റെ ശാരീരിക ആരോഗ്യവും മനസ്സമാധാനവും പോയി. അതിനാൽ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും കൃഷി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കും. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, കഠിനാധ്വാനമില്ലാതെ പണം സമ്പാദിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സന്തോഷം നൽകില്ല എന്നതാണ്.